അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. നമ്മൾ പാം ക്രാഫ്റ്റിന് ഒരു ബാക്കപ്പ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാം ക്രാഫ്റ്റ് ഷോർട്സ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെയും അതുപോലെ ബോട്ടിൽ ആർട്ടിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇതുവരെ എൻ്റെ കൂടെ കട്ടക്ക് നിന്നിട്ടുള്ള എല്ലാവരും അവിടെ വന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് എല്ലാവരും കമൻറ്റും കൂടെ ചെയ്യാം. അപ്പോഴല്ലേ എനിക്ക് ആരൊക്കെയാണ് അവിടെ വന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലായിട്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു സോഫ്റ്റ് ടിഷ്യൂ പേപ്പർ അല്ല കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുന്ന സമയത്ത് പാർസലിലൊക്കെ കൂടെ പിന്നെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, ഒരു കുറച്ചൊരു റഫ് ആയിട്ടുള്ള ടൈപ്പ്, ഒരു കുറച്ചൊരു റേറ്റ് ഒക്കെ കുറഞ്ഞ ടൈപ്പ് ടിഷ്യൂ പേപ്പറാണ്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുള്ള ഒരു റഫ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ടൈപ്പ് ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ടിഷ്യൂ പേപ്പറാണ് ഈ ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടെക്സ്ചർ കിട്ടുന്നുള്ളൊരിതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫെവിക്കോളും വെള്ളം കൂടെ 2:1 റേഷ്യോയിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ബോട്ടിൽ മുഴുവനായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ബോട്ടിൽ നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ നന്നായിട്ട് ഇന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചെറുതായിട്ടൊരു ഗ്രിപ്പൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ടിഷ്യൂ പേപ്പർ നമ്മൾ യൂസ് ചെയ്തതുകൊണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ആക്രിലിക് പെയിൻറ്റിൻ്റെ കുറച്ച് പേൾ കളേഴ്സാണ്. ഞാൻ ഇവിടെ പർപ്പിൾ കളർ എടുത്തിട്ടുണ്ട്, പിന്നെ പീക്കോക്ക് ഗ്രീന്, അതുപോലെ പിങ്ക്, അങ്ങനെ 3 കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആദ്യം ആ ഒരു പർപ്പിൾ കളർ എടുത്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ പേൾ കളർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേൾ കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഒരു നോർമൽ ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ചെറുതായിട്ടൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു പേൾ കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ചുറ്റുഭാഗമായിട്ട് നമ്മളിങ്ങനെ ആ ഒരു പർപ്പിൾ കളർ നമ്മളിങ്ങനെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലായിട്ട് നമ്മൾ ഈ പീക്കോ ഗ്രീനാണ് അടിക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മളൊരു ചെറിയൊരു ഭാഗമായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ, പേൾ കളർ, അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാമെന്നായിരുന്നു. ആ ഒരു ബോട്ടിൽ നല്ലൊരു അട്രാക്ഷൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ ഒരു പർപ്പിൾ കളറും ഒരു ഗ്രീൻ കളറും കൂടെ വന്ന സമയത്ത് നല്ലൊരു കോമ്പിനേഷൻ തന്നെ ആയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആ 2 കളേഴ്സ് ഇങ്ങനെ നല്ലൊരു മാച്ചിങ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതിലേക്ക് ആ ഒരു പിങ്ക് കളർ അത്രയ്ക്ക് അങ്ങ് ചേരൂല, ഏതെങ്കിലും ഒരു ബ്ലൂവിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രീൻ്റെ ഒരു വേരിയേഷൻ ആയിരിക്കും നല്ലതെന്ന് തോന്നാം. പക്ഷേ എൻ്റെ കയ്യിൽ വേറെ പർപ്പിൾ കളേഴ്സ് പേൾ കളേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബ്ലൂ കളറിലേക്ക് ഞാൻ കുറച്ച് സിൽവർ കളറും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചൊന്നിങ്ങനെ മിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ ചെറുതായിട്ടൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ഒന്നിങ്ങനെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തു. ഒരു പേൾ കളറിനെ പോലെ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ചെറിയൊരു എഫക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഇട്ട് നോക്കാനായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ ഒരു മെറ്റാലിക് കളേഴ്സ് ആകുമ്പോൾ ചെറിയൊരു ഗ്ലിറ്ററിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനൊരു ഏകദേശം ഇതിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു കളേഴ്സ് വെച്ചിട്ടൊന്നിങ്ങനെ മൂന്നാമത്തെ ഒരു ഭാഗം ഒന്നിങ്ങനെ അടിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. ഇനി ഞാൻ വീണ്ടും ആ ഒരു പർപ്പിൾ കളർ തന്നെയാണ് കേട്ടോ അടിക്കുന്നത്, 4ാമത്തെ ഒരു ഇതായിട്ട്. പിന്നെ അതിൻ്റെ മേലെ പീക്കോ ഗ്രീന്, പിന്നെ ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്ലൂ കളർ. അപ്പോൾ അങ്ങനെയാണ് 2 പാച്ചസ് ആയിട്ട് നമ്മൾ ബോട്ടിൽ മുഴുവനായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കളർ അടിച്ചിട്ട് വേറൊരു കളർ അടിക്കുന്നതിൻ്റെ 2 ഇടയ്ക്കുള്ള ഒരു കളർ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ ഒരു ബ്ലെൻഡ് ആകുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു ഭംഗി എന്നുള്ളതുകൊണ്ട് ആ ഒരു പർപ്പിളിൻ്റെയും അതുപോലെ ആ പീക്കോ ഗ്രീൻ്റെയും ഇടയ്ക്ക് ഇങ്ങനെ കുറച്ചൊന്ന് ബ്ലെൻഡ് ആകുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് നമ്മളിങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ബ്രിസിൽസ് ഉള്ള നല്ലൊരു സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്തായിരിക്കും കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാവുക. ഒരുപാട് പെയിൻറ്റ് ഇങ്ങനെ എടുക്കണമെന്നില്ല, കുറച്ച് പെയിൻറ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു കളർഫുള്ളായിട്ട് തന്നെ ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഈ ഒരു ബ്ലൂവിന് പകരം ഇതിലേക്ക് പിങ്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത്രക്കൊരു ഭംഗി കിട്ടില്ല. നല്ലൊരു ബ്ലൂവും ഗ്രീനൊക്കെ വന്നിട്ട് നല്ലൊരു മാച്ചായിട്ട് തന്നെയുണ്ട്. ഇനി നമ്മൾ ഈ ബോട്ടിലിന് കുറച്ചും കൂടെ നല്ലൊരു റോയൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ഇങ്ങനെ ബോട്ടിൽ അവിടെയും ഇവിടെയായിട്ടൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ പെയിൻറ്റ് ആക്കുന്നുമില്ല, തീരെ കാണാത്ത രീതിയിലുമല്ല, ജസ്റ്റ് ഇങ്ങനെ ബോട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗോൾഡനും അതുപോലെ ആ ഒരു ബ്ലൂവിൻ്റെ ഒരു വേരിയേഷനൊക്കെ വന്ന സമയത്ത് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 കളേഴ്സും പിന്നെ ആ ഒരു ഗോൾഡൻ കളേഴ്സും കൂടെ ഇങ്ങനെ കണ്ട സമയത്ത് എനിക്കിങ്ങനെ ഒരു പീക്കോക്കിൻ്റെ ഒരു കളറിലേക്കൊക്കെ ഇങ്ങനെ തോന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പീക്കോക്കിൻ്റെ ഫെതേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ബോട്ടിൽ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരുപാട് ഫെതേഴ്സ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇത് മോളുടെ ഒരു സ്കേർട്ടാണ്. അപ്പോൾ ഇതിൽ നിറയെ പീക്കോക്കിൻ്റെ ഒരു ഫെതേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറേ എടുത്തിട്ട് നേരത്തെ കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്കിങ്ങനെ 2-3 ഫെതേഴ്സ് ഒന്നിങ്ങനെ പറിച്ചെടുക്കാം.
അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ വെച്ചിരുന്നിട്ട് ആ ഒരു ഡ്രസ്സിലുള്ള ഫെതേഴ്സൊക്കെ ഇങ്ങനെ ചുളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നല്ലൊരു രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനിങ്ങനെ വെച്ച് നോക്കിയായിരുന്നു, അപ്പോൾ എങ്ങനെ ആയിരിക്കും ഇതിനൊരു ഭംഗി ഉണ്ടാവുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ഒന്ന് മാത്രം ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അതിങ്ങനെ ഒന്ന് ഗ്ലൂ കൊണ്ട് വെച്ചിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിലൊരു ഭംഗി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ബോട്ടിലൊരു ഭംഗി അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ കയ്യിൽ പീക്കോക്കിൻ്റെ ഫെതേഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരുന്നാൽ ആ ബോട്ടിൽ നല്ലൊരു ഭംഗി തന്നെ ആയിരിക്കും. അപ്പം ഞാൻ ആദ്യം ഈ ഫെതേഴ്സ് ഒട്ടിക്കാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കളർ ഇങ്ങനെ ചെയ്തു വന്ന സമയത്ത് ആ ഒരു പിങ്ക് വേണ്ട, ബ്ലൂ കളർ മതിയാവുമെന്ന് വിചാരിച്ചിട്ട് വേറെ ചെയ്തതും, പിന്നെ ആ ഒരു 3 കളേഴ്സ് വന്ന് കണ്ട സമയത്ത് എനിക്കിങ്ങനെ ജസ്റ്റ് തോന്നിയതാണ് ഫെതേഴ്സ് എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനൊരു ഫെതേഴ്സ് ഇങ്ങനെ പറിച്ച് വെച്ച് നോക്കിയപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫെതേഴ്സ് ഒട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ബോട്ടിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കും ഫെതേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണല്ലോ, ഒരു ലോക്കൽ ടൈപ്പ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു ഭംഗിയുണ്ടെന്ന്. നമ്മൾ അടുത്തുനിന്ന് കാണുന്ന സമയത്താണ് അതിന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു ഡോട്ട്, ഒരു ഗ്രിപ്പൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയുള്ളത്. ദൂരെ നിന്ന് കാണുന്ന സമയത്ത് നമുക്കത് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഒന്നും മനസ്സിലാവുമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പീക്കോക്കിൻ്റെ ഫെതേഴ്സ് വെച്ചിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലായിരുന്നു ഇത്. നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പം ഇത് ഞാൻ ബോട്ടിൽ മുഴുവനായിട്ടും ഇങ്ങനെ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫെതേഴ്സ് ഒട്ടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഒരു പീക്കോക്ക് ഗ്രീൻ ഉണ്ടല്ലോ, ഒരു പേൾ കളർ, അപ്പോൾ അത് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. കുറേ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്തെടുത്താന്ന് തോന്നുന്നുണ്ട്. ഒരു ഇതുവരെ ചീത്തയായി പോയിട്ടൊന്നുമില്ല, നല്ലൊരു ഭംഗി തന്നെ ആയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഞാൻ വാർണിഷ് അടിച്ച് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ, എന്നാലും നല്ലൊരു ഭംഗി തന്നെ ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടും. അപ്പോൾ അതുപോലെ ഞാൻ പീക്കോക്കിൻ്റെ ഫെതേഴ്സ് വെച്ചിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രീം ക്യാച്ചർ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കാണാത്തവർക്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടില്ല. നല്ലൊരു ഭംഗിയുള്ളൊരു ഡ്രീം ക്യാച്ചർ തന്നെയാണ്. നമ്മളിങ്ങനെ ഡ്രീം ക്യാച്ചർ ഇങ്ങനെ പീക്കോക്കിൻ്റെ ഫെതേഴ്സ് വെച്ച് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഞാനിങ്ങനെ ഒരു ഫെതേഴ്സും കൂടി വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിങ്ങനെ മറഞ്ഞു പോയാലും അതിൻ്റെ ഒരു നല്ലൊരു ഭംഗി തന്നെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ പീക്കോക്കിൻ്റെ ഫെദറിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ബ്രൗൺ കളറുള്ള അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷേ രണ്ട് സൈഡിലും ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തതുകൊണ്ട് നമുക്കിങ്ങനെ കാറ്റിനൊക്കെ ഇങ്ങനെ മറഞ്ഞു പോയാലും നല്ലൊരു ഭംഗി തന്നെയാണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു ഡ്രീം ക്യാച്ചറാണ്. ഭയങ്കര സിമ്പിളാണ് അത് വീവ് ചെയ്തിട്ട് എടുക്കാനൊക്കെ ആ റിങ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ എന്തായാലും ഒന്ന് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ ആ ഡ്രീം ക്യാച്ചർ ഇട്ട സമയത്തൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും തോന്നെ ഫെതേഴ്സ് ഇങ്ങനെ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ഫുള്ള് ഈ സ്കേർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു നെറ്റും ആ ഒരു നെറ്റ് മുഴുവനായിട്ട് ഇങ്ങനെ ഫെതേഴ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു. ഞാനിങ്ങനെ കുറേ നല്ലതൊക്കെ ഇങ്ങനെ പറിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്കേർട്ടിലാണെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാണെങ്കിൽ ഇങ്ങനെ സീക്വൻസ് വെച്ചിട്ട് ഇങ്ങനെ പീക്കോക്കിൻ്റെ ഫെദർ പോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യണമെന്ന്. ഒരുപാട് ഫെതേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ ഒരു ഡ്രസ്സ് നല്ലൊരു ഭംഗിയാണ് കാണാൻ. പക്ഷേ മോളിത് തീരെ ഇടൂലായിരുന്നു, കാരണം ഭയങ്കര ചൊറിച്ചിലും ഒക്കെ വരുന്നൊരു ടൈപ്പാണ്. ഇതിൽ ഫുള്ള് സീക്വൻസും കാര്യങ്ങളൊക്കെ അല്ലേ, നെറ്റിൻ്റെ ഒക്കെ ടൈപ്പ്. ക്ലോത്ത് ആണെങ്കിലും വേറൊരു പോളിസ്റ്റർ ടൈപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഓരോ ക്രാഫ്റ്റിന് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ക്രാഫ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ അത് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള, നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ടാണ് നമ്മൾ ഇന്ന് ഇട്ടിട്ടുള്ളത്. ഈ ബോട്ടിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ചെയ്താലും നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഒന്നും ഒട്ടിക്കാതെ ബോട്ടിൽ ഇങ്ങനെ ഇതുപോലെ ആ ഒരു പെയിൻറ്റിങ് ചെയ്തെടുത്താലും നല്ലൊരു ഭംഗി തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങളെ കയ്യിൽ ഫെതേഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫെതേഴ്സ് ഇല്ലാതെയും നല്ലൊരു ഭംഗി തന്നെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ചെയ്തെടുത്താലും ഇതിന് നല്ലൊരു ഭംഗി ഉണ്ടാവും, കാരണം നല്ലൊരു കളേഴ്സാണ് ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളത് ആർക്കൊക്കെയാണ് നോക്കാം കേട്ടോ. സർഗ, റിയ ഫാത്തിമ, അഞ്ജന, അർച്ചന, ഫാത്തിമ ലുലു, അനന്യ, അനാമിക, ആഷ്ന, അസ്ലഹ, റിയയുടെ ബ്രദർ റിതുവിന് ബർത്ത്ഡേ ആയിരുന്നു. എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. എപ്പോഴും പറയാറുള്ളപ്പോൾ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളുടെ ഒരു പുതിയ ചാനലായിട്ടുള്ള പാംക്രാഫ്റ്റ് ഷോർട്സ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ പിക്കൊക്കെയാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.